ഹലോ, അപ്പോൾ ഇന്നും ഒരു കല്യാണ വ്ലോഗാണ്. ഇന്ന് ഞങ്ങൾ തൊട്ട അയൽവാസിയുടെ തന്നെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. സദ്യ ആയിരിക്കട്ടോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട്. കുറേ കാലമായി ഒരു സദ്യ നന്നായിട്ടൊന്ന് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കല്യാണത്തിന് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുത്തെ കാണാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു യെല്ലോ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അധികേറെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി തൊട്ടടുത്തുള്ള വേറെ അയൽവാസികളൊക്കെ ഉണ്ടല്ലോ, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓഡിറ്റോറിയം ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു, അതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരും കൂടി വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു വെഡ്ഡിങ്ങിന് ഞാനൊരു റെഡ് ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഞങ്ങളുടെ തൊട്ട അയൽവാസി, അതായത് ഞങ്ങളുടെ ചങ്കായ പുഷറാത്ത, അതും റെഡ് എന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഞാൻ യെല്ലോ ഇട്ടപ്പോൾ പുള്ളിക്കാരത്തെയും യെല്ലോ ആയിട്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത കല്യാണത്തിന് രണ്ടാളും ഒരുപോലത്തെ ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇടുന്നത് എന്നോട് പറയാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ എല്ലാവരുടെ ഡ്രസ്സും ഒരു ഗ്രീനും ഒരു യെല്ലോയും ഉണ്ടായിരുന്നു. കണ്ട എല്ലാവരും ഒത്തൊരുമയോടെ ഇട്ട് വന്ന പോലെ ഉണ്ട്. പക്ഷെ അതൊന്നല്ല കേട്ടോ. രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ചാലശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേട്ടോ അവർ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചെക്കൻ്റെ നാട് ഇടുക്കിയിലാട്ടോ. ലവ് മാരേജ് ആണ് ഇവരുത്. ഇനി ഇവർ ഇവിടുന്ന് ഒരു 12 മണിയാവുമ്പോൾ ഇറങ്ങും. ഒന്നാമത് എനിക്ക് ഈ കല്യാണത്തിന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം സദ്യയാണ്. കുറേ കാലമായി ഞാൻ നല്ലൊരു സദ്യ കഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അവർ ഫോട്ടോസ് എടുക്കണതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ റിലേറ്റീവ്സിനൊക്കെ കണ്ടു, ഒരുപാട് പേരോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണും ചെക്കനെല്ലാം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നാലെ നമ്മളും നമ്മുടെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ കല്യാണമായിരുന്നു. എന്റെ മുഖത്ത് ആ സന്തോഷം കണ്ടാൽ അറിയാലോ സദ്യ ഇപ്പൊ കിട്ടുന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ചെക്കൻ്റെയും പെണ്ണിന്റെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഫോട്ടോസ് ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ. അതും നമ്മുടെ നേരെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. 12 മണിക്ക് അവർക്ക് ഇവിടുന്ന് ഇറങ്ങണം, ഇടുക്കിയിൽ എത്തണമല്ലോ. പിറ്റേ ദിവസമായിരുന്നു അവരുടെ അവിടുത്തെ കല്യാണം. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഒരു പച്ച വാഴൻ്റെ പ്രതീക്ഷ എനിക്കൊരു പഴുത്ത വാഴൻ്റെ കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. അങ്ങനെ എല്ലാ കൂട്ടാനും കൂട്ടിക്കുഴച്ച് നല്ലൊരു സദ്യയായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അതിലെ ചില കൂട്ടാനുകളൊന്നും ഞാൻ കഴിക്കത്തില്ല, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും പിടിക്കത്തില്ല. പിന്നെ ഈ ഇരിക്കുന്ന ആൾക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളും ഒത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെണ്ണിന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നത്. നന്നായി കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിന് ഞാൻ കരഞ്ഞതൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായത്. ഇപ്പോഴും ഈ കല്യാണത്തിനൊക്കെ പോയാൽ ഇങ്ങനെ കരഞ്ഞത് കണ്ടാൽ എൻ്റെ ഉമ്മച്ചിക്ക് ഇപ്പോഴും സങ്കടം വരും കേട്ടോ. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു കല്യാണത്തിന് അവിടുത്തെ പെണ്ണ് കരഞ്ഞപ്പോഴും ഉമ്മച്ചിക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി കൂടെ ഒരു അടപ്രഥമ പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് 1 അല്ല 2 ഗ്ലാസ് വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരോടും കുറച്ച് നേരം കൂടി സംസാരിച്ച് നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളെ ചെരുപ്പ് കയ്യിൽ പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ആളത് വലിച്ചങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ടാണെങ്കിൽ അവനെ എടുത്ത് നടക്കാനും വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ തൊട്ടയൽവാസി സ്കൂട്ടി മേന്നും വന്നിട്ടുണ്ടായത്. അപ്പൊ പിന്നെ അവരെ പുറകിൽ കയറി നേരെ വീടിന്റെ മുമ്പിൽ ചെന്ന് ഇറങ്ങാലോ. അപ്പൊ ഞാനും മോനും ഇതേ അവരൊപ്പം കയറിയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു ഈ ബൈക്കോന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതേ അവരൊപ്പാട്ട വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പൊ എന്തായാലും ഇന്നത്തെ കല്യാണം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും സദ്യ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഇതേ വീടെത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പ കല്യാണത്തിന് പോയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കുഞ്ഞു കല്യാണ വ്ലോഗാണ്. അപ്പോൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.